നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയ്ക്ക് യാത്രാമൊഴി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം നടത്തിയത്. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അമ്മയോട് പിണങ്ങി +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ആർച്ചൽ ഋതുഭവനിൽ ഋതു രാജേന്ദ്രനാണ് മരിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തെന്മല ഇടമണിൽ പലചരക്ക് കടയിൽ മോഷണം. പണവും കുരുമുളകും കൊട്ടപ്പാക്കും കവർന്നു. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തിയത്. ഇതേസമയം അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം നടത്തിയത്. അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ മാനസികവും ശാരീരികവുമായ പീഡനമാണ് അതുല്യയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. അതുല്യയുടെ മരണത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷാർജയിൽ വെച്ച് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നിരുന്നു. മകൾ ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ കാരണം ഭർത്താവ് സതീഷിന്റെ നിരന്തരമായ ഉപദ്രവമാണെന്ന് കുടുംബം ആവർത്തിച്ച് ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഷാർജയിൽ നിന്നും അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. തൂങ്ങി മരണമെന്നായിരുന്നു നിഗമനം. എന്നാൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. അതുല്യയുടെ ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്ന് ASP അഞ്ജലി ഭവന പറഞ്ഞു. 19-ാം തീയതിയാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിരുന്നു കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു.
ന്യൂസ് ബ്യൂറോ, ചവറ. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം, 2 പേർ പിടിയിൽ. ശൂരനാട് തെക്ക് ഇരവിച്ചിറ കിഴക്ക് സ്വദേശി സവാദ്, ആനേടി സ്വദേശി ആദിത്യൻ എന്നിവരെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സവാദ് കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. കഴിഞ്ഞ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശൂരനാട് വടക്ക് ആനയടി കാവിന്റെ മേലേത്തിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സവാദ് വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയുമാണെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ ചുറ്റിത്തിരിയുകയായിരുന്ന യുവാക്കൾ വിജനമായ സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതോടെ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 3 ആഴ്ചയായി പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ശൂരനാട് പോലീസ് സ്റ്റേഷൻ SHO ജോസഫ് ലിയോൺസിന്റെ നേതൃത്വത്തിൽ SI-മാരായ ദീപു പിള്ള, രാജേഷ്, ഹരിലാൽ, ASI സതീശൻ, CPO-മാരായ രാകേഷ്, സിബി, അരുൺ ബാബു, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പത്തനാപുരത്ത് കാണാതായ വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. പാതിരിക്കൽ സ്വദേശി നിഷാന്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മഞ്ചള്ളൂർ മണക്കാട് കടവിലാണ് മൃതദേഹം കണ്ടത്. ഈ മാസം 22 മുതലാണ് നിഷാന്തിനെ കാണാതായത്. ഇനിയൊരു സാധാരണക്കാരന് ഇങ്ങനൊക്കെ ഒരു സംഭവം, ഒരു മിസ്സിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം മുതലേ അന്വേഷിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണമൊക്കെ. ഇനിയെങ്കിലും ഒരു മിസ്സിംഗ് കേസ് വരുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അന്വേഷിക്കുക. കാണാതായ പത്തനാപുരം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാതിരിക്കൽ സ്വദേശി നിഷാന്തിന്റെ മൃതശരീരമാണ് മഞ്ചള്ളൂർ മണക്കാട്ട് കടവിൽ നിന്നും അഗ്നിരക്ഷാസേന കണ്ടെത്തിയത്. ഈ മാസം 22 മുതൽ നിഷാന്തിനെ കാണാനില്ലായിരുന്നു. വർക്ക്ഷോപ്പിൽ ജോലിക്കായി പോയ നിഷാന്ത് പിന്നീട് തിരിച്ചു വന്നില്ല. വർക്ക്ഷോപ്പിലേക്ക് പോകും വഴി പിന്നീട് അദ്ദേഹം മിസ്സായി എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു CC ക്യാമറ ഉൾപ്പെടെ പോലീസിന് ലഭ്യമായത്. പോലീസ് ഡോഗ് സ്ക്വാഡ്, അതേപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണം, CC ക്യാമറകളായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഇതെല്ലാം അന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ ഇന്ന് ആ യുവാവിനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ കടവിൽ, കുറ്റിമുട്ട് കടവിൽ മരണപ്പെട്ട, കുറ്റിമുട്ട് കടവിലെ മണക്കാട്ട് കടവിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലഭിച്ചിരിക്കുകയാണ്. ഇത്ര ദിവസത്തെ പഴക്കവും കൂടെ ഉണ്ട്. വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു യുവാവാണ് അദ്ദേഹം. നമ്മളെ ഏറ്റവും ലാസ്റ്റ് CCTV ദൃശ്യം എന്ന് പറയുന്നത് നെഞ്ചി തിരുമ്മി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ദൃശ്യമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടുകയും ചെയ്തു. എന്തായാലും നമുക്ക് ആ ബോഡി ഇന്ന് കണ്ടുകിട്ടി. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. മകന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി അമ്മ തങ്കമണി പോലീസിൽ പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ 9-ന് ശേഷമാണ് പോലീസും അഗ്നിരക്ഷാസേനയും കല്ലടയാറ്റിൽ നടത്തിയ തെരച്ചിലിൽ നിഷാന്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നിഷാന്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. അമ്മയോട് പിണങ്ങി +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ആർച്ചൽ ഋതു ഭവനിൽ രാജേന്ദ്ര രമ്യ ദമ്പതികളുടെ മകൻ ഋതു രാജേന്ദ്രനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയോട് പിണങ്ങിയാണ് +1 വിദ്യാർത്ഥി ഋതു രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സഹോദരങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഋതു മുറി തുറന്നില്ല. ഇതോടെ ബന്ധുക്കളുടെ സഹായത്താൽ കതക് ചവിട്ടിപ്പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അഞ്ചൽ ആർച്ചൽ ഋതു ഭവനിൽ രാജേന്ദ്രൻ രമ്യ ദമ്പതികളുടെ മകൻ 17-കാരനായ ഋതു രാജേന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അഞ്ചൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ അമ്മയുമായുള്ള പിണക്കമാണ് മരണകാരണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഋതു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം, ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. സ്കൂളിന്റെ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത്. പുനലൂരിലാണ് സംഭവം. കൊല്ലം പുനലൂരിൽ സ്കൂൾ പ്രവർത്തന സമയത്ത് കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ ഇളമ്പൽ ശ്രീകൃഷ്ണ വിലാസത്തിൽ 39 വയസ്സുള്ള ശിവപ്രസാദാണ് അറസ്റ്റിലായത്. നിലവിൽ പുനലൂരിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്ന പ്രതി പുനലൂർ മാത്ര തിരുവഴിമുക്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേളയിൽ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതി സ്കൂളിന്റെ മതിലും ഗേറ്റും ചാടി അനധികൃതമായി അകത്ത് കടക്കുകയായിരുന്നു.
തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതി ധരിച്ചിരുന്ന വസ്ത്രം ഊരിമാറ്റി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങൾ അധ്യാപകർ ഫോണിൽ പകർത്തുകയും സ്കൂൾ വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. പ്രതിക്കെതിരെ മുമ്പ് ബുദ്ധിമാന്ദ്യമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അവകാശ സംരക്ഷണ സമരം നടത്തി. തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക, SFO തസ്തികൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ സംരക്ഷണ സമരം. തെന്മല ഡിവോഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് വനപാലകർ അവകാശ സംരക്ഷണ സമരം നടത്തിയത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക, നഷ്ടപ്പെട്ട 20 SFO തസ്തികകൾ പുനഃസ്ഥാപിക്കുക, തടസ്സപ്പെട്ട BFO പ്രൊമോഷൻ പുനരാരംഭിക്കുക, വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുൻപുണ്ടായിരുന്നതിനേക്കാളും വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുകയും വനയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഡ്യൂട്ടി ക്ലിപ്തതയില്ലാത്തത് സാരമായി ബാധിച്ചതായി സമരം ചൂണ്ടിക്കാട്ടി. ജോലിയിലെ സമയക്രമം ഇല്ലായ്മയും രാത്രിയും പകലും വന്യമൃഗങ്ങൾക്കൊപ്പം വനാതിർത്തികളിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം ജീവനക്കാരുടെ ശാരീരിക ക്ഷമതയെ പോലും ബാധിച്ചതായി യോഗം വിലയിരുത്തി. കുറെ കാലങ്ങളായി ജീവനക്കാരുടെ പ്രൊമോഷൻ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രൊമോഷൻ നടപടികൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തെന്മല ടൗൺ ചുറ്റിയെത്തിയ പ്രകടനം DF ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന സമ്മേളനം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വാട്ടർ മുതൽ ഡെപ്യൂട്ടി വരെയുള്ള ജീവനക്കാര് അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ 1/3 ഭാഗം വനമാണ്. ആ വനമേഖലയില് ഒരിഞ്ച് പോലും കുറവുണ്ടാകാതെ അതിൽ വർധനവ് വരുത്തിക്കൊണ്ടാണ് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്, അവരുടെ ജോലി നടത്തിക്കൊണ്ടു പോകുന്നത്. അത് സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അത്തരത്തിൽ വനസംരക്ഷണ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 41 ജീവനക്കാരാണ് വനസംരക്ഷണത്തിനിടയിൽ ജീവൻ ഭോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങൾ അനാഥമായി പോയിരുന്നു. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജിൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MN ലാൽ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ, NGO യൂണിയൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു MS, ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ ദക്ഷിണമേഖലാ സെക്രട്ടറി RC അരുൺ, KFPSA സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ R. സജീവ, PS ബിനു, R. ബിനിൽ, വിഷ്ണു വിജയൻ, ജില്ലാ ട്രഷറർ NK അനൂപ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. DYFI പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് DYFI പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചത്. പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിനായി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. രാജ്യത്താകമാനം ശക്തമായ പ്രതിഷേധം അറസ്റ്റിൽ ഉയർന്നു വന്നതിന്റെ ഭാഗമായാണ് DYFI റോഡ് ഉപരോധിച്ചത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഷാഗിൻ കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് S. ശ്യാം ഉപരോധം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ചട്ടുകമായി, RSSന്റെ രാഷ്ട്രീയ ആയുധമായി, ഒരു പൊളിറ്റിക്കൽ ടൂളായി ഈ രാജ്യത്തെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മുസ്ലിം വിഭാഗക്കാരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം തമ്മിൽ തല്ലിച്ച്
ഈ രാജ്യത്ത് നിന്നും അവരെയെല്ലാം കൊലപ്പെടുത്തി ഇവിടെ 4 വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥിതി കൊണ്ടുവരണമെന്നാണ് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും RSSന്റെ ആ ഭീഷണിക്ക് മുമ്പിൽ, BJPയുടെ ആ ഭീഷണിക്ക് മുമ്പിൽ ഒരു തരിമ്പ് പോലും മുട്ടുമടക്കുവാനോ നട്ടല് വളയ്ക്കുവാനോ കേരളത്തിലെ, ഇന്ത്യയിലെ ഒരുങ്ങുന്ന പുരോഗമന യുവജന പ്രസ്ഥാനമായ DYFIക്ക് കഴിയില്ല. ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ രാജ്യത്തെമ്പാടും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോയിന്റ് സെക്രട്ടറി സുജിൻ സുന്ദരൻ, വൈസ് പ്രസിഡന്റ് രതീഷ് വട്ടവിള, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അരുൺ രമേശൻ, വിവേകാനന്ദ, രാജൻ ആരോമൽ, അജിത്ത് തോളിക്കോട്, ശശികുമാർ, രാജേഷ് നെടുമല എന്നിവർ നേതൃത്വം നൽകി. ന്യൂനപക്ഷങ്ങളും ദളിതരും അടക്കമുള്ള ഈ രാജ്യത്തെ പൗരന്മാർ നേരിടുന്ന വംശീയമായി തന്നെ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഇത് പുത്തരിയൊന്നുമല്ല. ഉത്തരേന്ത്യയിലാണ് വ്യാപകമായി ഇത്തരം അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള പൂർണ്ണമായ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പൂർണ്ണമായ അവകാശം ഉറപ്പു തരുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അങ്ങനെ എല്ലാത്തരം മൗലിക അവകാശങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയോട് ഈ രാജ്യത്തെ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ DYFIക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം DYFI പ്രവർത്തകരുടെ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തെ എല്ലാത്തരം പൗരന്മാരുടെയും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തെ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെപ്പോഴും മുന്നണി പോരാളികളായി മുന്നിലുണ്ടാകും. സമരം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ DYFI ഉയർത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെളിച്ചെണ്ണ വില ക്രമാതീതമായി ഉയരുന്നതിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളി പുതിയകാവ് കേരഫെഡിലേക്ക് മാർച്ച് നടത്തി. BJP കുലശേഖരപുരം ആദിനാട് മേഖലാ സമിതികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. വെളിച്ചെണ്ണ വില ക്രമാതീതമായി ഉയരുന്നതിൽ പ്രതിഷേധിച്ച് BJP കുലശേഖരപുരം ആദിനാട് മേഖലാ സമിതികളുടെ നേതൃത്വത്തിലാണ് പുതിയകാവ് കേരഫെഡിലേക്ക് മാർച്ച് നടത്തിയത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിന്റെ നാട്ടിൽ സാധാരണക്കാരുടെ ആശ്രയമായ വെളിച്ചെണ്ണയ്ക്ക് ക്രമാതീതമായി വിലവർധനവ് വരുത്തി പാമോയിൽ ഉൾപ്പെടെയുള്ള മറ്റെണ്ണകൾ വിപണിയിൽ കൂടുതലായി വിറ്റഴിക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്നും ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് ജിതിൻ ദേവ് പറഞ്ഞു. ഈ വെളിച്ചെണ്ണ എന്ന സംസ്കാരം ഇവിടുത്തെ പാചകത്തിന് മറ്റും അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയെ മാറ്റി മറ്റേതോ സാധനം ഇവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്തുകൊണ്ട് പാം ഓയിൽ സുലഭമായി ലഭിക്കുന്നു? ഇവിടെ ഒലീവ് ഓയിലിനെ പറ്റി ചർച്ച ചെയ്യുന്നു. ഒരു മന്ത്രി തന്നെ പറയുന്നു കേട്ടോ, സൂര്യകാന്തി വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൂടെ? ഇങ്ങനെ കേരളത്തിന്റെ വെളിച്ചെണ്ണയെ ഇത്തരത്തിൽ ക്രമാധിപതിയുമായി പൂഴ്ത്തിവെച്ചും കരിഞ്ചന്ത നടത്തിയും വില കൂട്ടുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് ഈ ഇവിടുത്തെ ഗവൺമെന്റും ഈ കേരഫെഡ് അധികൃതരും വ്യക്തമാക്കാൻ തയ്യാറാവണം. ഒരു ദിവസം 250 മെട്രിക് ടണ്ണിന് മുകളിൽ കൊപ്ര പ്രോസസ് ചെയ്യാൻ സാധിക്കുന്ന ഈ സ്ഥാപനം ഇന്ന് എത്ര മെട്രിക് ടൺ കൊപ്രയാണ് പ്രോസസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് കേരഫെഡിന് വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? ആദിനാട് മേഖലാ സമിതി പ്രസിഡന്റ് സുനിത അധ്യക്ഷത വഹിച്ചു. പുതിയകാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫാക്ടറി പടിക്കൽ സമാപിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് R മുരളി, ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജേഷ്, S ഓമനക്കുട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കുട്ടൻ ശാന്തി, രഞ്ജിത്ത്, പ്രിയ മാലിനി, വിജയശ്രീ, ജോബ് തുരുത്തിയിൽ, ഏരിയ ഭാരവാഹികളായ ബിജു കുറുങ്ങപ്പള്ളി, പ്രശാന്ത്, മധുപാൽ, കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ 110 kV റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ട്രയൽ റൺ നടത്തി. അടുത്ത മാസം KSEB ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. 2023 ഓഗസ്റ്റിലാണ് സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തത്.
23 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ 11 kV റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ട്രയൽ റൺ നടന്നു. അടുത്ത മാസം KECB ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടത്തും. നിർമ്മാണം പൂർത്തിയാക്കിയ സബ്സ്റ്റേഷൻ 2023 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്തതാണ്. വൈദ്യുതിക്കായി KECBക്ക് 28 കോടി അടച്ച ശേഷം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷമാണ് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. മലയോര ഹൈവേയും ദേശീയപാതയും ഗ്രാമീണ റോഡുകളും ഇതര റോഡുകളും മറികടന്നു പോകുന്ന കേബിൾ ഘടിപ്പിക്കുന്നതിന് ഏറെ സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സുരക്ഷാ പരിശോധനയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമൺ LP സ്കൂളിന് സമീപത്തെ പലചരക്ക് കടയിൽ മോഷണം. 85,000 രൂപയും 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന കുരുമുളകും കൊട്ടപ്പാക്കുമാണ് അപഹരിച്ചത്. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. 2 പേരെ ചാച്ചിപ്പുറ്റയിൽ നിന്നും മറ്റ് 2 പേരെ കലയനാട് മാർക്കറ്റിൽ നിന്നുമാണ് പിടികൂടിയത്. ഇടമൺ LP സ്കൂളിന് സമീപമുള്ള പലചരക്ക് കടയിൽ ഷട്ടർ പൊളിച്ച് അകത്ത് കയറി മോഷണം നടത്തിയ 4 പേരെയാണ് പോലീസ് പിടികൂടിയത്. കടയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 85,000 രൂപയും 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 250 കിലോഗ്രാം ഉണക്ക കുരുമുളകും 70 കിലോ കൊട്ടപ്പാക്കുമാണ് മോഷണം പോയത്. തെന്മല പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സമാന സ്വഭാവമുള്ള കേസുകളിലെ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു. പ്രതി പുന്നല ചാച്ചിപ്പുന്നയുള്ള മുകേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് പ്രതികളെ പിടികൂടിയത്. 1ഉം 4ഉം പ്രതികളായ മുകേഷ്, ശ്രീജിത്ത് എന്നിവരെ ചാച്ചിപ്പുന്നയുള്ള വീട്ടിൽ നിന്നും 2ഉം 3ഉം പ്രതികളായ അനി, ബിജു എന്നിവരെ കലയനാട് മാർക്കറ്റിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ ഈ മോഷണം നടന്നതിൽ നമ്മൾ ഒരുപാട് CCTV നോക്കുകയും ആൾക്കാരെ കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഒരു വേഗമായിട്ട് മുകേഷിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെ അന്വേഷിച്ച് വന്നു. മുകേഷ് പലർത്തി സാധനം കൊണ്ട് കൊടുത്തായിട്ട് അറിഞ്ഞു. കടകളിലൊക്കെ ചെന്ന് ചോദിച്ച് ആൾക്കാരെ കണ്ടുവച്ച് സാക്ഷികളൊക്കെ കണ്ടുവച്ച് ശരിക്കും മുകേഷിലേക്ക് എത്തുകയാണ് നമ്മൾ. ഒരുപാട് കേസുകളുടെ പ്രതിയാണ്. പുല്ലൂർ കേസുണ്ടെന്ന് പറയുന്നത്. പലർക്കും കേസുണ്ട്. നമ്മുടെ 3-4 കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ എല്ലാം നമ്മൾ ഇതിൻ്റെ കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ മുകേഷിനെ തിരിച്ച് അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്ത് അതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തെന്മല SI അമീൻ, CPOമാരായ രഞ്ജിത്ത്, അഭിജിത്ത്, മൻസൂർ, അജിത്, വിഷ്ണു UK എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് KSTA സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പണം കൈമാറി. കൊല്ലം ജില്ലയിലെ അധ്യാപകരിൽ നിന്നും ശേഖരിച്ച 11,10,225 രൂപയാണ് കൈമാറിയത്. പടിഞ്ഞാറെ കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച 11,10,225 രൂപയാണ് കൈമാറിയത്. പടിഞ്ഞാറെ കല്ലട വലിയപാടത്തുള്ള മിഥുന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ തുക കൈമാറി. മിഥുന്റെ അച്ഛൻ മനുവും അമ്മ സുജയും ചേർന്ന് തുക ഏറ്റുവാങ്ങി. സ്കൂളുകളിൽ സമഗ്ര സുരക്ഷാ ഓഡിറ്റിന് നടപടിയായെന്നും സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സ്കൂളിലും സുരക്ഷാ ഓഡിറ്റ് വേണം. എല്ലാവരും ഇടപെട്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ, നമുക്ക് എല്ലാ കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞതുപോലെ ടൂറ് പോയിട്ട് അപകടം ഉണ്ടായി, അങ്ങനെ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻ്റ് ഉണ്ടാകും. പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DG ഇത് സംബന്ധിച്ച് പ്രത്യേക ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഞാനും MLA എന്ന നിലയിൽ
എൻ്റെ മണ്ഡലത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും PTA ഭാരവാഹികളെല്ലാം വിളിച്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. എല്ലാ സ്കൂളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് പ്രവർത്തനം വേണം. ജില്ലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും അക്കാര്യം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക ഇടപെടലുമുണ്ടായി. MLA എന്ന നിലയിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലും ജില്ലാതലത്തിലുമെല്ലാം പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, മുൻ MP K സോമപ്രസാദ്, KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, ജനറൽ സെക്രട്ടറി TK ഷാഫി, കൊല്ലം ജില്ലാ സെക്രട്ടറി B സജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഓച്ചിറ വലിയ കുളങ്ങരയിലായിരുന്നു അപകടം. 15 കുട്ടികളുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. എന്താ പറ്റിയായിരുന്നു? ഈ വണ്ടി 15 വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ ബസ് പിന്നോട്ടെടുത്തപ്പോൾ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി സ്കൂളിലെ ബസ്സാണ് ഓച്ചിറ കല്ലൂർ മുക്കിന് സമീപം അപകടത്തിൽപ്പെട്ടത്. സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി വ്യക്തമായി. എത്ര കുട്ടികളുണ്ടായിരുന്നു? ആർക്കും കുഴപ്പമോ? ഇതേസമയം താൽക്കാലിക ഡ്രൈവറായിരുന്നു ജോലിയിൽ ഉണ്ടായിരുന്നതെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 17ാം ഘട്ടം വിതരണം ചെയ്തു. 5 കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് 17ാം ഘട്ടത്തിൽ വിതരണം ചെയ്തത്. കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 17ാം ഘട്ട സമ്മേളനം GS ജയലാൽ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 17ാം ഘട്ട വിതരണമാണ് നടന്നത്. കൊല്ലത്ത് സംഘടിപ്പിച്ച പരിപാടി GS ജയലാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹം ഈ സംഘടനയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന വാക്കല്ലാതെ മറ്റൊന്നും നന്ദി പറയാനില്ല എന്നതാണ് ഒരു വാസ്തവം. അതൊരു മാതൃകാപരമായ നടപടിയിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ നടത്തുന്നത്. ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ മനുഷ്യമുഖമുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ്. ഇന്നിപ്പോൾ ഇവിടെ 5 കുടുംബങ്ങൾക്കാണ് 10 ലക്ഷം രൂപ വീതം ഇത് നൽകുന്നത്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ P ശ്രീജ മരണാനന്തര കുടുംബസഹായ വിതരണം നടത്തി. S അശോകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. M സഫീർ, ജോജോ K എബ്രഹാം, S കബീർ, T ലാൽ, നെടുങ്ങോലം രഘു, പ്രദീപ് G കുറുമണ്ടൽ, B രാജൻകുറുപ്പ്, B പ്രേമാനന്ദ, D വാവച്ചൻ, രാജഗോപാൽ പാവുമ്പ, വിജയൻ പിള്ള, ഷാജഹാൻ ഭരണിക്കാവ്, ബാവിസ് വിജയൻ, MM ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അകാലത്തിലെല്ലാം വേർപെട്ടു പോകുന്ന പാവപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ഒരു വലിയ സഹായം എന്ന നിലയിൽ ഇവർ ബൃഹത് പദ്ധതി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയ്ക്ക് യാത്രാമൊഴി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം നടത്തിയത്. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അമ്മയോട് പിണങ്ങി +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ആർച്ചൽ ഋതുഭവനിൽ ഋതു രാജേന്ദ്രനാണ് മരിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തെന്മല ഇടമണിൽ പലചരക്ക് കടയിൽ മോഷണം. പണവും കുരുമുളകും കൊട്ടപ്പാക്കും കവർന്നു. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.